പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT മോഡൽ എക്സാമിൽ QGIS സോഫ്റ്റ്വെയർ ഭാഗത്ത് നിന്ന് വന്ന 2 ചോദ്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. പ്രിപ്പയർ എ സ്ക്രീൻഷോട്ട് ഓഫ് എ ലാൻഡ്സ്ലൈഡ് ഓർ ലാൻഡ്ഫോൾ ദാറ്റ് ഒക്കേർഡ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് ഡിസ്പ്ലേഡ് ഇൻ QGIS സോഫ്റ്റ്വെയറിൽ. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണുന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ടാണ് തയ്യാറാക്കേണ്ടത്. വയനാട് ജില്ലയിൽ സംഭവിച്ച ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മോട് ആവശ്യപ്പെടുന്നത് exam10 ഡോക്യുമെൻറ്റ്സിൽ QGIS എന്ന ഫോൾഡറിൽ നൽകിയ wayanad.qgis എന്ന ഫയൽ ഓപ്പൺ ചെയ്യാനാണ്. ഈ ഒരു വയനാടിൻ്റെ മാപ്പ് തന്ന ഫയൽ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ആ ഫയലിലേക്ക് നമ്മൾ CSV അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽ കൊണ്ടുവരണം. കേരള ലാൻഡ് സ്ലൈഡ്സ് എന്ന ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ നമ്മൾ കൊണ്ടുവരണം. അതിൻ്റെ ജിയോമെട്രി CRS ഒക്കെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ആ ഒരു ലാൻഡ് സ്ലൈഡ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ ലൊക്കേഷനും ഏതാണെന്ന് നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ പ്രദർശിപ്പിക്കണം. അതിനുശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് exam10 ഡോക്യുമെൻറ്റ്സിൽ QGIS ഫോൾഡറിൽ നമുക്ക് wayanad.qgis എന്ന ഒരു ഫയൽ നൽകിയിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വയനാടിൻ്റെ മാപ്പ് നൽകിയ QGIS ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫയലിലെ ഡീറ്റെയിൽസ് ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രണ്ടാമത് നമുക്ക് കാണാം. exam10 ഡോക്യുമെൻറ്റ്സിൽ QGIS ഫോൾഡറിൽ തന്നെ കേരള ലാൻഡ് സ്ലൈഡ്സ് .csv എന്ന ഒരു CSV ഒരു ടെക്സ്റ്റ് ഫയൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ലെയർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത്, ഒരു ടെക്സ്റ്റ് ലെയർ ആണല്ലോ, സോ ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട CSV ഫയൽ ചൂസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. exam10 ഡോക്യുമെൻറ്റ്സിലെ കേരള ലാൻഡ് സ്ലൈഡ്സ് .csv എന്ന ടെക്സ്റ്റ് ഫയലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നേരെയുള്ള ആ ഒരു 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് നമ്മുടെ ഫയലുള്ളത്? exam10 ഡോക്യുമെൻറ്റ്സിൽ QGIS ഫോൾഡറിൽ തന്നെ. അത് നേരത്തെ ഓപ്പൺ ആയതുകൊണ്ട് അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിൽ നിന്നും ആ ഒരു CSV ഫയൽ ഓപ്പൺ ചെയ്യുക. നോക്കൂ, അതിൻ്റെ പാത്ത് മുകളിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം. രണ്ടാമത്തെ ഹിൻഡിൽ നമ്മളോട് പറയുന്നുണ്ട് ജിയോമെട്രി CRS EPSG എന്ന തുടങ്ങുന്ന ഒരു കോഡ് സെലക്ട് ചെയ്യാൻ. അത് ജിയോമെട്രി CRS എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിന് മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് ഈ മാപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കിക്കുന്ന ഒരു കോഡാണത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ഈ വിൻഡോയിൽ നമ്മൾ ആദ്യം ആ ഫയൽ നെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ജിയോമെട്രി ഡെഫിനിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡ് ആൻഡ് ഫീൽഡ്സ് ഓപ്ഷൻ, അതിന് തൊട്ട് താഴെ ജിയോമെട്രി ഡെഫിനിഷൻ എന്നത് കാണാം. അതിൽ താഴെയായിട്ട് ജിയോമെട്രി CRS എന്ന് കാണാം. അവിടെ നമ്മൾ EPSG 4326 എന്നടങ്ങിയ ആ കോഡ് സെലക്ട് ചെയ്യുക, ആ ഒരു നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ മാപ്പിലെ പോയിൻ്റൊക്കെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണം എന്നതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കോഡാണ്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കോഡാണ്. അപ്പോൾ ആ കോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ വിൻഡോയിൽ താഴെ കാണുന്ന ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മൾ വയനാട് എന്ന ഈ QGIS ഫയലിലേക്ക് CSV ഫയൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഓരോന്നും ഈ പോയിൻ്റ് ഡീറ്റെയിൽസ് എന്താണ്, ഈ പോയിൻ്റ് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയണം. അതിന് വേണ്ടത് മുകളിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് കഴ്സർ വെച്ച് നോക്കുക. ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് പോയിൻ്റിൻ്റെ ഡീറ്റെയിലാണ് നമുക്ക് കിട്ടേണ്ടതോ ആ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു റെഡ് കളറിൽ കാണാം. സൈഡിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാണാം. എന്താണ് കാരണമെന്നും എവിടെയാണ് സംഭവിച്ചത്, വയനാട് എത്ര ഡെത്ത് ഉണ്ടായി, ചിലപ്പോൾ അതിൻ്റെ ഇമേജ് വരെ അതിൻ്റെ ലിങ്ക് കൊടുക്കും. അത് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജ് കാണുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഈ ഡാറ്റയിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സൈഡിലായിട്ട് കാണാവുന്നതാണ്. ഇതുപോലെ ഏത് പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും അതിലെ ഡീറ്റെയിൽസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മുടെ കീബോർഡിലുള്ള പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ളത് PRTSC തുടങ്ങിയ ആ ഒരു പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ളതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ വിൻഡോ വരും. നമുക്ക് ഗ്രാബ് ചെയ്യണമെങ്കിൽ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റിലുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലെ ആ ഒരു നോഡിൽ 4 സൈഡിലുള്ള നോഡിൽ വരച്ചുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു വിൻഡോ മൊത്തമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ആ സെക്കൻഡ് രണ്ടാമത്തതിൽ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട് താഴെയുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് തയ്യാറായി. ഇനി അത് സേവ് ആയിട്ട് വരിക പിക്ചേഴ്സിലാണ്. പിക്ചേഴ്സിൽ നിന്ന് നമ്മൾ റീനെയിം ചെയ്ത് നമ്മുടെ ഫോൾഡറിലോട്ട് മാറ്റുകയാണ് വേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _landslide_wyd.png എന്ന പേരിൽ സേവ് ചെയ്യാനാണ്. നമുക്ക് അതേ രീതിയിൽ റീനെയിം ചെയ്യാം. ദെൻ ആ ഫയൽ കോപ്പി ചെയ്യുക, exam10 പ്രോഡക്ട്സിൽ സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പൂർത്തിയായി. അടുത്തതായി QGISലെ തന്നെ മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം. Prepare a screenshot of the landslide that occurred in Malappuram district displayed in QGIS software. ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫസ്റ്റ് നൽകിയിട്ടുള്ള QGIS ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ exam10 ഡോക്യുമെൻറ്റ്സിൽ QGIS ഫോൾഡറിൽ നമുക്ക് malappuram.qgs എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. രണ്ടാമതായി ആ ഒരു മാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു CSV ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ആ ഒരു ലെയർ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. അതും exam10 ഡോക്യുമെൻറ്റ്സിൽ കേരള landslides.csv എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. നമ്മൾ അതാണ് രണ്ടാമത് കൊണ്ടുവരേണ്ടത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജിയോമെട്രി CRS നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ചെയ്തു തുടങ്ങാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിന്നും malappuram.qgs എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ QGS സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഈ ഒരു ഫയലും ഈ ഒരു മലപ്പുറത്തിൻ്റെ മാപ്പും നമുക്കവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസിനെ ഇൻക്ലൂഡ് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെയർ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും ആഡ് ലെയർ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയായി ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് രണ്ടാമത്തെ ഹിൻഡിൽ തന്ന ആ ഒരു ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫയൽ നെയിം എന്നുള്ള ഇതിന് നേരെ ഒരു 3 ഡോട്ട്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫയൽ ചൂസ് ചെയ്യുക. exam10 ഡോക്യുമെൻറ്റ്സിലെ QGIS ഫോൾഡറിൽ നിന്നും കേരള landslides.csv എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാത്താണ് അവിടെ കാണുന്നത്. ഇനി ഈ വിൻഡോയിൽ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ജിയോമെട്രി ഡെഫിനിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ആ ഒരു ജിയോമെട്രി CRS നമ്മുടെ CRS നമ്പർ സെലക്ട് ചെയ്യുക. EPSG എന്ന് തുടങ്ങുന്ന CRS നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോയിൽ അടിയിലായിട്ട് കാണുന്ന ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വിൻഡോ ക്ലോസ് ചെയ്യുക. അവിടെ തൊട്ടടുത്ത് തന്നെ ക്ലോസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. നോക്കൂ, ഈ മാപ്പിൽ ഇപ്പോൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റ് സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ വിൻഡോയിൽ മുകളിലായിട്ട് ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം കാണുന്നുണ്ടല്ലോ, ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ്, ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണുന്നതാണ്, ബ്ലൂ കളറിൽ കാണാം. മുകളിലായിട്ട് ഇങ്ങേ അറ്റത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട പോയിൻറ്റിൻ്റെ ഏത് ഡീറ്റെയിൽസ് ആണോ കിട്ടേണ്ടത് ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സൈഡിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. അപ്പോൾ ഇതിൽ 1-2 പോയിൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതിപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തത് നിലമ്പൂരിലെ ആഢ്യൻപാറക്കടുത്ത് നടന്ന ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഡീറ്റെയിൽസാണ്. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാലോ, നമ്മുടെ കീബോർഡിലുള്ള പ്രിൻ്റ് സ്ക്രീൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് എൻ്റയർ QGIS സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ എൻ്റയർ പേജ് എടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് തന്നെ അതിലെ രണ്ടാമത്തെ ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
നമുക്ക് എൻ്റർ ഇമേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ദെൻ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് സേവ് ആവുക പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്ന ഫോൾഡറിലായിരിക്കും സേവ് ആയിട്ടുണ്ടാകുക. അവിടെ നിന്നും നമ്മൾ ഈ ഒരു ഫയൽ റീനെയിം ചെയ്യുക. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _landslide_mlp.png എന്ന പേരിൽ സേവ് ചെയ്യാനാണ്. സോ ആ പേരിലേക്ക് റീനെയിം ചെയ്യുക. ശേഷം അത് കോപ്പി ചെയ്ത് Exam10 പ്രോഡക്ട്സിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് പൂർത്തിയാകുകയാണ്. ഓക്കെ, താങ്ക് യു.